വണ്ടി കണ്ടീഷനാ. വണ്ടി കുന്താണ്. ഹെഡ്ലൈറ്റ് ശരിയാണോ നോക്കാൻ 120 കിലോമീറ്റർ സ്പീഡിലാണ് ഓടിക്കുക. താൻ എവിടുത്തെ ഫിറ്ററാടോ? പിന്നെ ടെസ്റ്റ് എടുക്കാതെ എങ്ങനെ? എന്തിന്റെ ടെസ്റ്റ്? എന്നെ കൊല്ലാൻ ടെസ്റ്റാ? ശ്രീധരന്റെ വർക്ക്ഷോപ്പിൽ ഒരു വണ്ടി വന്നാൽ ആ വണ്ടി എല്ലാ തരത്തിലും കണ്ടീഷൻ ആയിരിക്കണമെന്ന് ശ്രീധരന് നിർബന്ധമുണ്ട്. വല്ലയിടത്തും ചെന്നിടിച്ച് ഇപ്പൊ എന്റെ കാറ്റ് പോയിരുന്നെങ്കിലോ? നമ്മൾ ഇൻഷുറൻസുകാരെ ഇന്ന് പൈസ ഈടാക്കും. എന്റെ കോൺട്രാക്ടർ സാറേ 11ാമത്തെ വയസ്സിൽ വട്ട് പിടിക്കാൻ തുടങ്ങിയതായി ശ്രീധരൻ, അറിയോ? തന്നെ പോലെ വട്ടുള്ള വേറൊരുത്തൻ എതിരെ വരാതിരുന്നത് എന്റെ ഭാഗ്യം. പതുക്കെ ഓടിക്കണേ, പൈസ കാരണം. ആ വയറൊക്കെ വലിച്ചു പറിച്ചോ? അല്ല, ഈ ചോപ്പ് വയർ തന്നെയല്ലേ ഹോണിലേക്കുള്ള കണക്ഷൻ? ഗിയർ സ്ലിപ്പ് ചെയ്യുന്ന വണ്ടിയുടെ ഹോൺ അടിക്കാൻ തന്നോട് ആരാ പറഞ്ഞേ? ഹോൺ അടിച്ചു നോക്കുമ്പോ ഒരു തരം പട്ടി മോങ്ങുന്ന ശബ്ദം. പറഞ്ഞ പണി ചെയ്യടോ. ആ ഗിയർ ബോക്സ് അടിക്കി. അത് മാത്രല്ല, വേറെ ഒരുപാട് പ്രശ്നങ്ങൾ കിടക്കുന്നുണ്ട് ഇതില്. താനായിട്ട് ഇവിടെ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട, അതിന് ഞാനുണ്ട് ഇവിടെ. അല്ല, ശ്രീധേട്ടൻ ഇല്ലാത്ത സമയത്ത് വല്ല വണ്ടി പണിയെടുക്കോ. എന്തായാലും എന്ന് തീരുവോ ഇത്? എന്തായി? ആ മിസ്സിങ് അതുപോലെ തന്നെയുണ്ട്. പ്ലഗ് ക്ലീൻ ചെയ്തോ? ചെയ്തു. കോയിലേജ് നോക്കിയോ? അത് നോക്കാൻ പറഞ്ഞില്ലല്ലോ. ഇതൊക്കെ പറഞ്ഞിട്ട് വേണോടോ. സ്വന്തം ബുദ്ധി ഒരു ഇത്തിരി ഉപയോഗിച്ചൂടെ? സ്വന്തം ബുദ്ധി ഇവിടെ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞിരുന്നു. ദാമോട്ടിന് പോരും. വേട്ടെ. ഞാൻ പറയാൻ വിട്ട്. ആ ശേഖരം മുതലാളി വിളിച്ചിരുന്നു. ഉടനെ അങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്തോ അത്യാവശ്യ കാര്യം അത്രേ. അത്യാവശ്യം ആൾക്കല്ലേ? ഹലോ, അതെ ശ്രീധരാണ്. അയ്യോ, ഇപ്പൊ അങ്ങോട്ട് വരാൻ ഒരു നിവൃത്തിയില്ലല്ലോ മുതലാളി. ഒരു വണ്ടിയുടെ ക്രാങ്ക് നോക്കാൻ 9 മണിക്കൂർ സ്ഥലത്ത് ചെല്ലാന്ന് പറഞ്ഞിട്ടുണ്ട്. അതിപ്പോ എത്ര സമയം എടുക്കുമെന്ന് പറയാൻ പറ്റില്ല. ഓ പറ്റി വരാം. അയാൾ തന്നെയാണ് ശേഖരൻ മുതലാളി. ബെൻസിന്റെ വീല് ഷേക്കാണ് ഒന്ന് അങ്ങോട്ട് ചെല്ലാൻ. അങ്ങനെ ഇപ്പൊ അങ്ങോട്ട് ചെന്ന് പണിയെടുക്കേണ്ട ഗതികേടൊന്നും ഇപ്പൊ ശ്രീധരനില്ല. പണ്ടൊക്കെ ശ്രീധേട്ടൻ ആവശ്യത്തിന് അനാവശ്യത്തിനൊക്കെ മലയാളുടെ വീട്ടിൽ കയറി ഇറങ്ങലായിരുന്നല്ലോ പണി. മലയാളുടെ മോളെ കെട്ടിച്ചേരാത്തതിലുള്ള ദേഷ്യല്ലേ ശ്രീധേട്ടന്? പോടാ അതൊന്നുമല്ല. അത് പോട്ടെ, നോണ പറയാതെ ശ്രീധേട്ടാ. മോളെ കെട്ടിച്ചേരാത്ത അല്ല പ്രശ്നം. അതിന് അയാൾ പറഞ്ഞ കാരണങ്ങളാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തത്. എന്റെ മോള് ഗ്രാജുവേറ്റ് ആണ്, ശ്രീധരൻ വെറും 10ാം ക്ലാസ് ആണ്. അതെ, ശ്രീധരൻ 10ാം ക്ലാസ് ആണ്. പക്ഷേ ശ്രീധരൻ ഒരു ഗ്രാജുവേറ്റിനെ കെട്ടുകയും ചെയ്യും. നല്ല മണി പോലത്തെ ഇംഗ്ലീഷ് പറയുന്ന കുട്ടികളുടെ അച്ഛനാകുകയും ചെയ്യും. അതെ, പണി ശ്രീധരേട്ട പോവല്ലേ? നിങ്ങൾ തുടങ്ങിക്കോ, ഇവിടെ ഒരുപാട് പണിയുണ്ട്. ശ്രീധരൻ ഉണ്ടല്ലേ കളിക്ക് ഉഷാറുണ്ടാവുള്ളൂ. ഇവിടത്തെ കോന്തന്മാരെ വിശ്വസിച്ച് ഒരു വഴിക്ക് ഇറങ്ങാൻ നോക്കൂല. കണ്ടു തെറ്റി ആകെ കൊളാക്കും. ഇന്നലെ ശ്രീധരേട്ടൻ എന്താ ക്ലബിൽ വരായിരുന്നത്? നാടകത്തിൽ ഹീറോ ആവണമെന്ന് പറഞ്ഞ് നടന്നാ പോരാ. ആനിവേഴ്സറി അടുത്തില്ലേ, നല്ലൊരു നാടകം സെലക്ട് റിഹേഴ്സൽ തുടങ്ങട്ടെ. ഞാൻ രാത്രി വരാം. കരി പിടിച്ചാത്മാവ് എന്നൊരു നാടകമുണ്ട്, തിരക്കേടില്ല, കരഞ്ഞു പോവും. അതിലെ രമേശൻ ശ്രീധരേട്ടൻ കലക്കണം. ലവ് സീൻ ഉണ്ടോ? ലവ് സീൻ അങ്ങനെയില്ല, രമേശൻ ക്ഷയരോഗിയാ. ആ കളി വേണ്ട, ക്ഷയരോഗം. നല്ല ലവ് സീനും പാട്ടും ഒക്കെ ഉള്ള റോൾ ഉണ്ടെങ്കിൽ മതി, നമുക്ക് സെലക്ട് ചെയ്യാന്നേ. നാടകം കണ്ടാലേ പെണ്ണുങ്ങളെല്ലാം കൂടി ഓടി വന്ന് ശ്രീധരേട്ടനെ കെട്ടിപ്പിടിച്ച് ഉമ്മാറണം. അങ്ങനെയുള്ള റോള് ചെയ്താൽ മതി. എന്നാ പിന്നെ നമുക്ക് വല്ല നീ എങ്ങോട്ട്? ഇന്നൊരു 2 ഗെയിം കളിക്കണം, നടു വന്ന് നിവർത്തണം. കുറച്ച് കഴിഞ്ഞിട്ട് പോവാം. ആ മാർക്ക് 4ന്റെ എഞ്ചിൻ ഒന്ന് അയക്കണം, അത് കഴിഞ്ഞിട്ട് പോയാൽ മതി. അയച്ചിടത്തുള്ള എഞ്ചിനെല്ലാം മതി. ചൂടാകാതെ ആരാണ്? നമുക്ക് ഒരുമിച്ച് പോവാം. നിങ്ങളില്ലേ, ഞങ്ങൾ വന്നേക്കാം. ശ്രീധരേട്ട നമുക്ക് പോവാം. ചെല്ല് അത് നോക്ക്, കളിക്കാൻ പോണ്ടേ? സെവന്ത്രിയാണോ? അല്ലല്ല, നേരത്തെ 5-3 ആയിരുന്നു. ശ്രീധരേട്ടൻ സ്കോർ ആക്കാൻ തുടങ്ങി. വേണ്ട, ഞാൻ നിങ്ങളെ പോലെ കള്ളം പറയുന്നില്ല. അങ്ങനെ വായിക്കുവാ. ആകാശവാണി Hey!
ഉണ്ട്. പോയി ആ സ്ഥാനം പിടിക്കാൻ നോക്ക്. അങ്ങോട്ടോ. ഔട്ടേ ഔട്ട് ഔട്ടാണ്. ഔട്ടോ ഞാൻ എന്റെ 10 അടി ഇപ്പുറത്തെ പന്ത് വീണത്. പത്തടിയോ കള്ളം പറയാതെ കളിച്ചു കഴിക്കാൻ നോക്കി. ശ്രീധരനെ നാട്ടിട്ടെന്ന് പറയുന്നത്. ഓ പിന്നെ ബോൾ ആകത്താവും. നീ എന്താണ് എപ്പോഴും അവരുടെ ഭാഗം പറയുന്നത്? നോക്ക് പന്ത് വീണ പാട് നോക്ക്. എന്നും തല്ല. വെറുതെ ഓരോരോ ഭ്രാന്ത്, അല്ലാതെ എന്ത് പറയാനാ? സമയമാണ് വിളക്ക് നാമം ചെല്ല. ആ വിചാരമൊന്നുമില്ല. വളർന്ന് കൊന്നത്തെങ്ങ് പോലെയായി. ശ്രീധരന്റെ കല്യാണക്കാരൊക്കെ എന്തായി? എന്തിനെ പറ്റി ധൃതി വെച്ച് കെട്ടിക്കണത്? അവന്റെ കുട്ടിക്കളി മാറിയിട്ടില്ല. കണ്ടില്ല പിള്ളേരോടൊപ്പം കിടന്ന് ചാടി തുള്ളത് ഈ പ്രായത്തില്. ഈ ക്ഷേത്ര പുനരുദ്ധാരണം എന്ന് പറഞ്ഞ് മുറവിളി കൂട്ടി നടന്നവരൊക്കെ ഇപ്പൊ എവിടെ? കുഞ്ഞനന്ദനായര്, KPR മേനോ, എല്ലാവർക്കും കമ്മിറ്റിയിൽ അംഗമാവണം. ആരും പ്രവർത്തിക്കാനില്ല. ഇൻകം ടാക്സുകാർ റെഡി ആയിരിക്കാൻ വേണ്ടി മാത്രം അവർക്ക് ഈശ്വരന്റെ കാര്യത്തിൽ സഹകരണമില്ലാത്ത ആരും കമ്മിറ്റിയിൽ വേണ്ട. എന്നെ രക്ഷിക്കാനൊരു കമ്മിറ്റി ഉണ്ടാക്കുമെന്ന് ഇന്ന് വരെ ഒരു ഈശ്വരൻ ആരോടും പറഞ്ഞിട്ടില്ല. അടുത്ത മീറ്റിംഗിൽ ഞാൻ ഈ പ്രശ്നം ഉന്നയിക്കാൻ പോവുക. നിങ്ങളൊക്കെ എന്റെ കൂടെ ഉണ്ടായിരിക്കണം കേട്ടോ. മാഷ് പറയുന്നത് എന്ത്? ഞങ്ങൾക്ക് സമ്മതം. ആ മതി. എടാ ആ പേപ്പറും കമ്പറും ഒക്കെ വെട്ടിമുറിച്ചോടാ. അമ്മ കൈയെടുക്ക്. ശ്രീധരൻ ഇങ്ങോട്ട് വരട്ടെ. കൈയെടുക്കാൻ. ദേഹത്തോട്ടുള്ള കളി വേണ്ട. രക്ഷിതാക്കൾ അടിച്ചും പിടിച്ചും കുട്ടികളെ അടിമകളാക്കിയിരുന്ന കാലം എന്നേ കടന്നുപോയി. എല്ലാം കൂടെ ചേർത്ത് നിനക്കൊരു ദിവസം കിട്ടും. നീ എത്രത്തോളം പോകുന്നെന്ന് അറിയാനാ ശ്രീധരൻ കാത്തു നിൽക്കുന്നത്. അമ്മ ചരിത്രം പഠിച്ചിട്ടുണ്ടോ? എവിടുന്ന് പഠിക്കാൻ? രാഷ്ട്രം നയിച്ചിട്ടുള്ള ഓരോ നേതാക്കന്മാരുടെയും ബാല്യകാലം ഇതുപോലെ സംഘർഷ നിബിഡമായിരുന്നു. ശ്രീധരൻ ഒരു വർഷാപ്പ് മുതലാളി, പെറ്റിഭൂഷ. എടാ സ്വന്തം ചേട്ടന് എനിക്ക് സഹതാപമുണ്ട്. പരമ്പരാഗത വിദ്യാഭ്യാസത്തിന്റെ അഴുക്കുചാലിൽ വീണ് എന്റെ പെങ്ങള് മുങ്ങിച്ചവയാണ്. കഷ്ടം. എന്തൊക്കെ കടിച്ചാ പൊട്ടാത്ത വാക്കുകളാ ആ ചെക്കൻ പറയുന്നത്. ഇതൊക്കെ എവിടുന്ന് പഠിച്ചാവോ? നല്ല ചൂരക്കഷായത്തിന് കുറവമ്മേ. വന്നു വന്ന് അവനിപ്പോ വലിയേട്ടനെയും പേടിയില്ലാണ്ടായി. രാജു രാജു നബടി വാ. അതെ, കുട്ടിക്കൃഷ്ണൻ ആർമി ചേർന്നുകൊണ്ട് നമുക്ക് ലിഫ്റ്റ് ഇട്ട് തരാൻ ആളില്ലാണ്ട് പോയി. ഇല്ലെങ്കിൽ കാണിച്ചതായിരുന്നു. ഓ ലിഫ്റ്റ് ഉണ്ടെങ്കിൽ അങ്ങ് മലർത്തേനെ. ഓടാ. അമ്മേ ചായ വേണട്ടാ. എനിക്ക് ചായ കുടിച്ചിട്ട് പോ. അല്ല ഇതാര് ബാബുവോ? ശ്രീധരനോടെ കുളിക്കുക. വെറും ചായ പോരാ, തിന്നാന്തെങ്കിലും വേണം. ഷോ ഇവിടെ ഒന്നുമില്ലേ? ഇത് കോൺട്രാക്ടിന്റെയും മോലാളിയുടെയും വീടൊന്നും അല്ല. പിള്ളേരുടെ അച്ഛൻ ഒരു റിട്ടയർഡ് സ്കൂൾ വാദ്യാരാ. അത് വെറുതെ ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് എടുത്തുന്ന ശ്രീധരൻ മുതലാളിയുടെ വീടല്ലേ ഇത്? കിട്ടുന്ന കാശ് മുഴുവൻ ബാങ്കിലിടാതെ തിന്നാൻ വല്ലതും വാങ്ങിച്ചു വെക്കാൻ പറ ശ്രീധരേട്ടനോട്. ചിരിക്കാൻ പറഞ്ഞല്ല, അമ്മയുടെ വല്ല ക്ഷീണിക്കുന്നുണ്ട്. ആരാ അവിടെ? നിന്നോട് ഈ ചെരുപ്പിട്ട് അകത്ത് കയറുന്ന ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ? കാല് നിറച്ച് മണ്ണ. ബാബു ചായ കുടിച്ചിട്ട് പോ. ചെരുപ്പ് പുറത്ത് വെച്ചിട്ട് വരാം. ചെരുപ്പിടണ്ടെന്ന് പറയാൻ ഇത് നിങ്ങളുടെ അമ്പലമൊന്നും അല്ലല്ലോ. അതെ, ആ ചൂല് കൊടുത്തേ. വേണ്ട വേണ്ട, ഞാൻ തൂത്തോളാം. ആവശ്യമില്ലാത്ത കാര്യത്തിനൊക്കെ എന്തൊരു ശ്രദ്ധയാ. ഒരു ചെറുക്കൻ ഇവിടെ പ്രായം തികഞ്ഞ് പെര നിറഞ്ഞ് നിൽക്കാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി? അതിനെപ്പറ്റി വല്ല വിചാരം ഉണ്ടോ നിങ്ങൾക്ക്? എന്റെ ജീവിതാനുഭവം വെച്ച് നോക്കുമ്പോ ശ്രീധരൻ പെണ്ണ് കെട്ടാതിരിക്കുന്നത് നല്ലത്. ഏതേ നിങ്ങളുടെ നാക്കൊണ്ട് അങ്ങനെയൊന്നും പറയരുതേ. എന്താ പറഞ്ഞാൽ കല്യാണം കഴിച്ചില്ലെങ്കിൽ ആകാശം ഇടിഞ്ഞു വീഴുവോ? പുരുഷന്റെ സ്വാതന്ത്ര്യത്തിന്മേൽ വന്നു വീഴുന്ന ഒരു കുരുക്കല്ലേ ഈ സ്ത്രീ എന്ന് പറയുന്ന സാധനം. ലൗകിക സുഖം എന്ന് പറയുന്നത് വേറൊരു മായയാ.
ആത്മജ്ഞാനത്തിലേക്കുള്ള അവിരാമമായ പ്രയാണമാണ് ഒരു ധന്യ ജീവിതത്തിന്റെ മുഖമുദ്ര. എന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് ശീതനത്തോടെ എണ്ണി വാങ്ങിക്കുമ്പോ എവിടെ പോയി മുഹമ്മദ്ര? എനിക്ക് ബുദ്ധി ഉദിക്കാൻ വൈകിപ്പോയതല്ലേ. ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ശീതൻ ഇതുവരെ ബുദ്ധി ഉദിച്ചിട്ടില്ല. തൽക്കാലം പെണ്ണു കെട്ടട്ടെ. നിങ്ങൾക്ക് വയ്യെങ്കിൽ ഞാൻ തന്നെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് അവനെ കൊണ്ട് കിട്ടിച്ചോളാം. എന്നാ പിന്നെ അതാ നല്ലത്. എനിക്ക് ഈ അമ്പല കമ്മിറ്റിയുടെ 100 കൂട്ടം പണിയുണ്ട്. നിങ്ങളുടെ തനി സ്വഭാവ ആ ഇളയ പോക്രി ചെറുക്കന് കിട്ടിയിരിക്കുന്നത്. അവനും ഉണ്ട് ഒരുപാട് കമ്മിറ്റികൾ. എന്നാ അവൻ നന്നാവും. ആട്ടെ, ശ്രീധരന് വേണ്ടി നീ ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ? നിങ്ങൾ എന്തിനറിയണ? അല്ല, എന്നെ ഒരു അന്യനായിട്ട് കണക്കാക്കി നാട്ടുകാരോട് പറയുന്ന പോലെ പറഞ്ഞാ മതി. ആ എങ്കിൽ പറയാം. കളരിപ്പാടത്ത് അച്ഛനും വൈദ്യരെ ഒരു കുട്ടിയുണ്ട് അത്രേ. ഇപ്പൊ വൈദ്യര് മാത്രമല്ല, വെളിച്ചെണ്ണ മില്ലും തുണിക്കടയും ഒക്കെ ഉണ്ട്. നമ്മുടെ കുഞ്ഞനാരായണ ഈ ആലോചന കൊണ്ടുവന്നത്. ആട്ടെ, കുട്ടി കാണാൻ എങ്ങനെയാ? തരക്കേടില്ല, വെളുത്തിട്ടാ. വെളുപ്പുകളാ? വെളുത്ത എത്ര വരങ്ങന്മാരെ നമ്മളിവിടെ കണ്ടേക്കുള്ളൂ. തറവാട് മോശമല്ല. ശ്രീധരനോട് പറ, ഒന്ന് പോയി നോക്കിയിട്ട് വരാൻ. അമ്മേ, താഴത്തങ്ങാടിയിലെ അച്യുത വൈദ്യരുടെ മോളാണോ? താഴത്തങ്ങാടിയിലെ വൈദ്യരുടെ. അത് ശരി, പൊളിച്ചിരുന്നൊക്കെ കേൾക്കുകയായിരുന്നല്ലേ. പെൺകുട്ടി ഗ്രാജുവേറ്റ് ആണോ? ഗ്രാജുവേറ്റ് ചെയ്തിട്ടൊന്നുമല്ല, വെറും 10ാം ക്ലാസ്സാ. അയ്യോ, അത് പോരമേ. എനിക്ക് നിന്റെ ഈ മാതിരി വർത്താനം കേൾക്കുമ്പോഴാ. നീ MA കാരൊന്നുമല്ലല്ലോ, 10ാം ക്ലാസ്സല്ലേ. ഗ്രാജുവേറ്റിന്റെ കാര്യം ഇനി ഇവിടെ കേട്ടുപോയി പറഞ്ഞേക്കാം. എന്തായാലും എനിക്കൊരു ഗ്രാജുവേറ്റിനെ മതി. പഠിപ്പില്ലേ, എനിക്ക് എന്താ ഒരു കുറവ്? സൗന്ദര്യമില്ലേ, തലയെടുപ്പില്ലേ? തലയെടുത്തിന് പോയിട്ട് അവിടുന്ന്. ഗ്രാജുവേറ്റിനെ സ്വന്തമായിട്ട് അന്വേഷിച്ച് കണ്ടുപിടിച്ചോണം. അമ്മ തന്നെ ഒരു ഗ്രാജുവേറ്റിനെ കണ്ടുപിടിക്കണം. പോരാടുന്നു ഗ്രാജുവേറ്റ്. ആരെയും ഭാവഗായകനാക്കും ആത്മസൗന്ദര്യമാണ് നീ. അവന്മാരെ വിട്, നിങ്ങൾ പാടുന്നതാണ് കേട്ടാ. അല്ല, മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടാണ്. പിന്നെ എന്ത് ബുദ്ധിമുട്ട്? എത്ര നല്ല ശബ്ദം നാണായിട്ടെന്നറിയോ? സത്യമായിട്ട്. അഗസ്റ്റിൻ, ഒന്നുകൂടി ഒന്ന് ശരിയാവാൻ 2-3 ദിവസം അടുപ്പിച്ച് പാടിയാൽ മതി, ശരിയായിക്കോളും. അതെ. ആ പാട്ടെങ്ങനെയാ? പാടിയാട്ടെ. ആരെയും പാട്ടെ. ആരെയും ഭാവഗായകനാക്കും ആത്മസൗന്ദര്യമാണ് നീ. ഒരു കലാകാരനെ ഇവന്മാര് വളരാൻ വിടില്ലല്ലോ. നീയല്ല പാട്ടാരെ, നീ പാടി, ഞാൻ പിന്നെ പാടാം. അത് കറക്റ്റ്. അല്ല, നിന്നോട് ഇരിക്കാൻ പറഞ്ഞിട്ട് നീ എന്താ ഓടിപ്പോന്നത്? അതിന് ശ്രീധരന്റെ അച്ഛൻ തീരെ ശരിയല്ല. നീ ഒറ്റ വിരിക്കാൻ വെച്ചും എന്റെ അച്ഛന് പറയുന്നു. ഇരിക്കുന്നു. വേണ്ട. അല്ല, നമ്മളിങ്ങനെ ഇരുന്നാ മതി. വാർഷികത്തിന് നാടകം നോക്കണ്ടേ? കരി പിടിച്ചാട്ടുന്നവരെ ക്ഷയരോഗി സ്ഥിരട്ടം ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞു. ക്ഷയരോഗിയും കുഷ്ഠരോഗിയും കുറെ ആയില്ലേടോ. ജോസ് പരുത്തിക്കാരന്റെ അന്തി വെച്ച് വന്നൊരു നാടകമുണ്ട്. ഹീറോ ഒരു കോളേജ് സ്റ്റുഡന്റാ. നമുക്ക് വേണമെങ്കിൽ അത് നോക്കാം. എന്തല്ലേ? കോളേജ് സ്റ്റുഡന്റ് ചെയ്തായിട്ടായിരിക്കും. അത് പിന്നെ നിങ്ങൾ ആരും കൂടെ നിർബന്ധിക്കാൻ ഞാൻ ആ റോള് കൈകാര്യം ചെയ്യാം. മൂപ്പയുടെ ഒരു പൂതി കണ്ടില്ലേ, കോളേജ് സ്റ്റുഡന്റ്. പൂതിയൊന്നുമല്ല, സൗകര്യം ഉണ്ടെങ്കിൽ മതി. വാർഷികത്തിന് കാശ് പിടിക്കാൻ ഞാൻ തന്നെ അറിയത്തിരിക്കണല്ലോ അല്ലേ? അത് നേരാ. അപ്പൊ പിന്നെ സ്കൂൾ സ്റ്റുഡന്റ് ആയാലും ശ്രീരേട്ടൻ തന്നെ റോൾ അഭിനയിച്ചാൽ മതി. നമുക്ക് സ്വയമായിട്ടൊരു ഭാഗത്ത് ഇരിക്കാലോ. ഊരാതെ. അല്ല ശ്രീധേട്ടൻ, നമ്മുടെ നാരായണേട്ടൻ തർക്കമില്ലാതെ പാടുന്നുണ്ട് കേട്ടാ. നാരായണൻ ഇനി പാടി ഇവിടെ കൊല നടക്കും. ഇന്നലെ രാത്രി എത്ര മണിക്കാണ് നീ വന്നത്? 12 കാണും. അതുവരെ എവിടെ ആയിരുന്നു? വർക്കിംഗ് കമ്മിറ്റി മീറ്റിംഗ് ഉണ്ടായിരുന്നു. എന്ത് വർക്ക്? ആരുടെ വർക്ക്? പഠിക്കലാണോ മീറ്റിംഗ് കൊണ്ടാണോ നിന്റെ വർക്ക്? എടാ, നിന്നോടാ ചോദിച്ചത്. ഞങ്ങൾ അസ്വസ്ഥരാണ്. ഈ വ്യവസ്ഥിതിയിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. ഞങ്ങളോ? അതെ, പുതിയ തലമുറ, ചിന്തിക്കുന്ന തലമുറ. ഹുമയൂണിന്റെ ഭരണപരിഷ്കാരങ്ങളോ ക്വീൻസ്റ്റാങ്ങിന്റെ യാത്രാവിവരണങ്ങളോ മനപ്പാടമാക്കിയിട്ട് ഒരു കാര്യമില്ല. പരീക്ഷാ പേപ്പറും മാർക്കിലും ഒക്കെ നിർത്തിയിട്ട് IQ നോക്കട്ടെ. IQ? വലിയ ഒന്നും മനസ്സിലാവില്ല. നല്ല 2 അടി കൊടുക്ക്. നാക്കെടുത്ത അധിക പ്രസംഗേ പറയൂ. ഈ ചെക്കന്റെ കാര്യം ഓർത്ത് ഒരു സമാധാനം ഇല്ല. വായിക്കാതെയും പഠിക്കാതെയും തെണ്ടിത്തിരിഞ്ഞ് നടക്കുക. അങ്ങനെ വല്ല കുഴപ്പമൊന്നുമില്ലമ്മേ. ഞാൻ വെറുതെ ഒന്ന് പേടിപ്പിച്ചതേ ഉള്ളൂ. ഇവരെ പോലെ തെണ്ടിത്തിരിഞ്ഞ് നടന്നവരാ നമ്മുടെ നാട്ടിലെ പല മന്ത്രിമാരും MLA-മാരും ഒക്കെ. നമ്മുടെ തറവാട്ടിൽ ഒരു മന്ത്രി വയ്ക്കട്ടെ. ശ്രീധര, ഒരു ടൂറിസ്റ്റ് ബസ് കിട്ടുമെന്ന് നോക്കാം ഒരാഴ്ചത്തേക്ക്.
ഞങ്ങൾ കമ്മിറ്റിക്കാരെല്ലാം കൂടെ കൂടി ഒരു യാത്ര പുറപ്പെടാൻ തീരുമാനിച്ചിരിക്കുക. മധുര മീനാക്ഷി, ഗോകർണം, കന്യാകുമാരി. ഒരു യാത്ര കഴിഞ്ഞ് വന്നിട്ട് 3 മാസമല്ലേ ആയുള്ളൂ. ദൈവസന്നിധിയിൽ എത്ര വട്ടം പോയാലാ കൊതി തീരുക ഭാനു. തീവണ്ടി യാത്ര വളരെ ദുഷ്കര. പരിചയക്കാരിൽ ആരെങ്കിലും ഒരു ബസ് കിട്ടുമെന്ന് നോക്കുക. ഞാനൊന്ന് അന്വേഷിക്കട്ടെ. ആ, ഇത്തവണ തിരുപ്പതി പോയിട്ട് തല മുണ്ടനം ചെയ്യണമെന്ന് തീരുമാനിച്ചിരിക്കുക. ഈ തലയിൽ ഇനി എന്തുണ്ട് മുണ്ടനം ചെയ്യാൻ? പുരോഗമനം വല്ലതും ഉണ്ടോ പക്ഷേ? കുഴപ്പം വരില്ലാന്ന് തോന്നുന്നു. അങ്ങനെ കുഴപ്പം വരില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മണിയമ്പത്ത് തറവാട്ടുകാര് ഒരു മത്സരത്തിലും തോക്കാൻ പാടില്ല. 1ാം സമ്മാനം വാങ്ങിച്ചു നിന്നെ തോല്ല് ഞാൻ ഉലിയും. എന്നാണ് യൂത്ത് ഫെസ്റ്റിവല്? വെള്ളിയാഴ്ച. അപ്പൊ പിന്നെ ആരും ദിവസമില്ല. പക്ഷേ പാട്ടിന് മാർക്കിടാൻ വരുന്നവരെ ആരെങ്കിലും സ്വാധീനിക്കാൻ പറ്റുമെങ്കിലേ അങ്ങനെ ചെയ്തോളൂ. ചേ അതൊക്കെ മോശമല്ലേ? എന്ത് മോശം? സമ്മാനം കിട്ടാനല്ലേ നമ്മൾ മത്സരിക്കുന്നേ. ഇപ്പൊ സ്കൂള്, പിന്നെ ജില്ല, അത് കഴിഞ്ഞ സംസ്ഥാനം. മണിയമ്പത്ത് തറവാട്ടിൽ ഒരു പെൺകുട്ടിക്ക് പാട്ടിൽ 1ാം സമ്മാനം കിട്ടുക, അവളൊരു ഫോട്ടോ പത്രത്തിൽ അടിച്ചു വരിക, അതൊക്കെ തറവാട്ടിനൊരു അന്തസ്സല്ലേ മാഷേ? നമുക്ക് ശ്രമിച്ചു നോക്കാം. മാർക്കിടുന്ന ആരാന്ന് അന്വേഷിക്കും. നമുക്ക് അവരെ സ്വാധീനിക്കാം. ഇതൊക്കെ എല്ലാരും ചെയ്യുന്നല്ലേ മാഷേ? ബാബു വിളിക്കുന്നു. നടക്കട്ടെ 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 നടക്കട്ടെ. അച്ഛനവിടെ ചൂടായിട്ട് വണ്ടി പിന്നെ തകരാറായി. അതെങ്ങനെ? നിന്റെ അച്ഛനെ ക്ലച്ച് കൂട്ടാനും അറിയില്ല, ഗിയർ ചേഞ്ച് ചെയ്യാനും അറിയില്ല, പിന്നെ എങ്ങനെ വണ്ടി കുഴപ്പമായിരിക്കാം? തനിയെ റിപ്പയറിംഗ് തുടങ്ങിയോ? പാവപ്പെട്ട വിട്ടന്മാരെ വയ്യാതാക്കല്ലേ എന്റെ സാറേ. ശ്രീധരന്റെ വർക്ക്ഷോപ്പിൽ വന്നാല് വണ്ടി കണ്ടീഷൻ ആക്കുന്നല്ലേ പറഞ്ഞത്? കണ്ടീഷനായി, ഭയങ്കര കണ്ടീഷനായിട്ടുണ്ട്. തന്റെ ഒടുക്കത്തെ ടെസ്റ്റ് കഴിഞ്ഞ് പോരുന്ന വഴിക്ക് ബ്രേക്ക് പോയി. ഓയിൽ പൈപ്പ് കൂട്ടിയിട്ടുണ്ടാവും. ഗിയർ സ്ലിപ്പാവാനും തുടങ്ങിയിട്ടുണ്ട്. പല്ല് കഴിഞ്ഞിട്ടുണ്ടാവും. എനിക്കതിന്റെ കാരണമൊന്നും അറിയണ്ട. ഇന്നലത്തെ തന്റെ മുടിഞ്ഞ ടെസ്റ്റ് എടുപ്പുകൊണ്ടാ വണ്ടി ഈ ഗതിയായത്. ടെസ്റ്റ് എടുപ്പനെ കുറ്റമൊന്നും പറയണ്ട. നാട്ടിലില്ലാത്ത കാശ് മുഴുവൻ കൊടുത്തൊരു തൊക്കട വണ്ടി കച്ചവടാക്കിയപ്പോ ആലോചിക്കണായിരുന്നു. അതെങ്ങനാ? വണ്ടി എടുക്കുന്നവരും എന്നോടൊരു വാക്ക് ചോദിക്കുക. സർക്കാരിന്റെ പാലവും മതിലും കെട്ടാനുള്ള സിമന്റ് മറച്ചു വെച്ച് കിട്ടുന്ന കാശല്ലേ? മതി, പതുക്കെ പറഞ്ഞാ മതി, എനിക്കല്ലേ കേൾക്കണ്ടു. ആ കാശിന് അത്രേ വില ഉണ്ടാവും. നിന്റെ അച്ഛനെ പോലെ അമ്പല പുനരുദ്ധാരണെന്നും പറഞ്ഞ് അമ്പലം വിഴുങ്ങുന്ന ആളൊന്നല്ല ഞാൻ. ഇപ്പഴാ ഓർത്തത്. നാട്ടുകാരാ പേരങ്ങോട് ഓർപ്പിച്ചുട്ടോ. ഏത് പേര്? നിന്റെ അച്ഛന്റെ പുതിയ പേര് അമ്പലം വിഴുങ്ങി. കൊള്ളാല്ലേ? എന്റെ അച്ഛന്റെ മെക്കിട്ട് കയറണ അത്ര നല്ലതൊന്നല്ല കേട്ടാ. വണ്ടി കയറി നമുക്ക് ഓടിച്ചു നോക്കാം. അത് വേണ്ട, താൻ തന്നെ ഇങ്ങനെ ഓടിച്ചാ മതി. ആർക്കാ ചായ? എന്റെ കാർ കുട്ടിച്ചോറാക്കി കശ്മീരിനോ? ചേച്ചി ചേച്ചി. വാനിച്ചൊരു പെങ്കൊച്ചിന്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ, എന്തായി ശ്രീധര? അവള് ഗ്രാജുവേറ്റ് ഒന്നുമല്ലെന്നേ, വെറും 10ാം ക്ലാസ്. ഗ്രാജുവേറ്റ് അങ്ങനെയൊന്നും നോക്കിയിട്ട് കാര്യമില്ല ശ്രീധര. പഠിപ്പ് ഇത്തിരി കുറഞ്ഞിരുന്നാലും സ്വഭാവം പെരുമാറ്റമൊക്കെ നന്നായിരുന്നാ മതി. ചേച്ചി എന്റെ കാര്യങ്ങളൊക്കെ അറിയാലോ. പഠിക്കാൻ പറ്റ സമയത്ത് ഞാൻ പഠിച്ചില്ല, കാറിന്റെയും ബസിന്റെയും പുറകെ പോയി. അല്ല അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ഒരു തൊഴിൽ പഠിച്ചല്ലോ. ആ പഠിച്ച തൊഴിലായി ഇപ്പൊ എവിടെ കണ്ടത്? സാറും ഉണ്ടായിരിക്കുക. ഞങ്ങൾ വിവരമുള്ളവർ തമ്മിൽ സംസാരിക്കട്ടെ. എനിക്കൊരു വർക്ക്ഷോപ്പ് ഉണ്ട്, കാശുണ്ട്, അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഒരു ആഫീസിൽ കയറി ചെന്ന് 2 ഇംഗ്ലീഷ് പറയാൻ പറ്റില്ല. ഈയിടെ പാസ്പോർട്ട് ഓഫീസിൽ ഒരു ഉദ്യോഗസ്ഥൻ, മലയാളിയെല്ലാം തോന്നുന്നു, ചറ പറയാൻ ഇംഗ്ലീഷ് കുറെ ചോദ്യങ്ങൾ. സ്ത്രീകളൊക്കെ നോക്കിയിരിക്കുക. എനിക്കൊന്നും മനസ്സിലായില്ല, അങ്ങോട്ടൊന്നും പറയാനും പറ്റില്ല. ആകെ നാറിപ്പോയി. അപ്പൊ എന്റെ ഗതി എന്റെ പിള്ളേർക്ക് ഉണ്ടാവാൻ പാടില്ല. അമ്മ ഗ്രാജുവേറ്റ് ആകുമ്പോൾ മക്കള് താനെ ഇംഗ്ലീഷ് പഠിച്ചോളൂ. അപ്പോ ജനിക്കാൻ പോണ കുട്ടികളെ ഇംഗ്ലീഷ് പഠിപ്പിക്കാനാ താൻ ഗ്രാജുവേറ്റിനെ കിട്ടുന്നത്? അതിന് ശമ്പളം കൊടുത്തൊരു ടീച്ചർ നടത്തിയാ പോരെ? പോരാ. വിദ്യാഭ്യാസം ഇല്ലാത്തവർക്ക് അതിന്റെ വില ശരിക്കും അറിയൂ. എന്റെ ഒരു നിർബന്ധമാണ് കുട്ടികളൂ. ഇപ്പൊ ഞാനൊരു ഗ്രാജുവേറ്റിന് ആഗ്രഹിക്കുന്നതിൽ എന്താ ഒരു തെറ്റ്? കുടുംബ മഹിമയുണ്ട്, പിന്നെ എനിക്ക് ആവശ്യത്തിന് സൗന്ദര്യമുണ്ട്, അല്ലേ ചേച്ചി? പിന്നില്ലേ? വെറുതെ യൗവനം കളയണ്ട ശ്രീധര. യൗവനം പോയിക്കോട്ടെ, പക്ഷെ ഞാനിതുപോലെ ഒരു ചീത്തപ്പേരുണ്ടാക്കിയിട്ടില്ലല്ലോ, ഉണ്ടോ? അതില്ല. അല്ല, ഞാനൊന്നും ചോദിക്കട്ടെ, ഒരു ചെറുപ്പക്കാരന്റെ ആശയവും ആഗ്രഹവും ഒക്കെ എങ്ങനെ ഒതുക്കണു? സംയമനം. എന്താ? ആത്മസംയമനം എന്ന് പറയും. വണ്ടി ഞാൻ കൊണ്ടുപോവാ, വൈകുന്നേരം കൊണ്ടുവരാം. വണ്ടി പൊളിക്കരുത് കേട്ടോ.